അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മുടെ വീഡിയോ ഒക്കെ പോയി ഡിലീറ്റ് ആയി പോയിന്ന്. പക്ഷെ കുഞ്ഞു അത് എവിടുന്നൊക്കെയൊക്കെ തപ്പി പിടിച്ചെടുത്ത് തന്നു കേട്ടോ. കുറച്ച് കിട്ടിയിട്ടുള്ളൂ, ബാക്കിയൊന്നും കാണാനില്ല. അവൻ എങ്ങനെയൊക്കെ കുറേ നേരം കുത്തിപ്പിടിച്ചിരുന്നിട്ട് എനിക്ക് കുറച്ചൊക്കെ കിട്ടി. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ മദ്രസയിൽ നിന്ന് വരുമ്പോൾ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ മാങ്ങ കൊണ്ടുവരേണ്ടതും പിന്നെ നമ്മൾ ഇരുന്നിട്ട് തൊലി കളയണതും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കിട്ടിയില്ല കേട്ടോ. അതെങ്ങനെയാണ് പോയിന്നറിയില്ല. അപ്പോൾ ഇതാ മുളക് ചുട്ടിട്ടുള്ള മാങ്ങ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ മുളകൊക്കെ പപ്പടക്കോലും അങ്ങനെ കുത്തിയിട്ട് നമ്മുടെ ഗ്യാസിൽ ഇങ്ങനെ കാണിച്ചു കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കനൽ കോരിയിട്ടിട്ട് ചുട്ടെടുക്കുമായിരുന്നു. പിന്നെ ചട്ടിയിൽ വെറുതെ ഇട്ടിട്ട് വറുത്ത് കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ തന്നെ കിട്ടും. പക്ഷേ ഗ്യാസുമ്മ കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഭാഗം കരിഞ്ഞിട്ടും കുറച്ച് ഭാഗം കരിയാതെയും ആ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ നമുക്ക്. അപ്പം ഞാൻ അതൊക്കെ കുത്തി കരിച്ചും പോച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് തേങ്ങ, നാളികേരം, ചീനമുളക് ഒരു 5 എണ്ണം ഉള്ളൂ കേട്ടോ ചീനമുളക്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ചീനമുളകിൻ്റെ തൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ കുത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിൽ ചീനമുളക് ഉണ്ടായിരുന്നു കേട്ടോ ആ തൈ കൊണ്ടുവരുമ്പോൾ തന്നെ. അപ്പം ഞാൻ ആ മുളക് പൊട്ടിച്ചിട്ടാണ് പിന്നെ അവിടെ കുത്തി വെച്ചിട്ടുണ്ട്. മുളക് തൈ അവിടെ കുത്തിയിട്ടുണ്ട്, നട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മുകളിൽ മുളക് ഉണ്ടായിരുന്നു, അത് ഞാൻ പൊട്ടിച്ചെടുത്തു. എന്നിട്ട് ആ ഒരു 5 മുളകും പിന്നെ ഒരു 3-4 വറ്റൽമുളക് കരിച്ച് പോയച്ചതും പിന്നെ ചെറിയ ഉള്ളിയും ഉപ്പും ഒക്കെ കൂടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇടായിരുന്നു എന്ന് തോന്നി എനിക്ക്. പിന്നീടാണ് അത് ആലോചിച്ചിട്ടാ, അത് ഇട്ടില്ല. എന്നിട്ട് നമ്മളെല്ലാം കൂട്ടിയിട്ട് അങ്ങോട്ട് അരച്ചു. ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്മിയുടെ മുകളിൽ അരയ്ക്കണം. അമ്മിയില്ല കേട്ടോ. ഇപ്പോൾ തോന്നുന്നുണ്ട് അമ്മിയൊക്കെ വേണം എന്നൊക്കെ തോന്നുന്നുണ്ട്. അമ്മിയുടെ മുകളിലൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പൂതിക്ക് അരയ്ക്കാനൊക്കെ ഒരു അമ്മിയൊക്കെ ഒരു വീട്ടിലുള്ളത് നല്ലതാണ്. അപ്പോൾ അമ്മിയുടെ മുകളിൽ അരച്ചിട്ട് ആ അമ്മിയുടെ മുകളിൽ ചോറിട്ട് തിന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ അമ്മിയുടെ മുകളിൽ ചോറൊക്കെ ഇട്ടിട്ട് കുഴച്ച് വാരി കഴിക്കാൻ എന്തൊരു ടേസ്റ്റല്ലേ. അതുപോലെ ഈ നാളികേരവും മാങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ആ ചമ്മന്തി അമ്മിയുടെ മുകളിൽ നിന്ന് വാരി തിന്നാനും അതിൽ കൂടെ ചോറൊക്കെ ഇട്ടിട്ട് വാരി തിന്നാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോഴും ചിലപ്പോൾ ഇതുപോലെയൊക്കെ കഴിക്കുന്നവരുണ്ടാവും. അമ്മിയൊക്കെ ഉള്ളവർ. നമുക്കിവിടെ അമ്മിയില്ല, അത് ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടമായി. ഇതൊക്കെ അരയ്ക്കുമ്പോഴാണ് അമ്മീനെ കുറിച്ചിട്ട് ഓർക്കുന്നത്. അപ്പം നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ ഒരു മാങ്ങയാണ്. അന്ന് മാങ്ങ നമ്മൾ തിന്നായിരുന്നു, ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നില്ല. മാങ്ങ അവർ കൊണ്ടുവന്നിട്ട് നമ്മൾ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് തിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചമ്മന്തി അരച്ചിട്ട് ഇപ്പോഴാട്ടോ കഴിക്കുന്നത്. എത്ര മാങ്ങ തിന്നാലും എത്ര നെല്ലിക്ക തിന്നാലും എത്ര പുളി തിന്നാലും ഇത് പിന്നെയും പിന്നെയും കണ്ട ഈ വെള്ളമൊക്കെ വായുന്നു എവിടുന്നാ വരുന്നതെന്ന് അറിയില്ല കേട്ടോ. എപ്പോഴും മാങ്ങ ചമ്മന്തി കാണുമ്പോൾ എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ വരെ വായുന്നു വെള്ളം വരിക. അത് കഴിഞ്ഞ് നമ്മൾ മാങ്ങ ഒക്കെ തിന്ന് മാങ്ങ ചമ്മന്തിയൊക്കെ കൂട്ടി ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ചക്ക കിട്ടി കേട്ടോ. ഇവിടെ ആച്ചോട്ട മത്സരം മതി അതിനുള്ളതന്നെ അതിനുള്ളത് തന്നെ ഉള്ളു എൻ്റെ ആച്ചോട്ടാ. ചക്കക്കൊതിയന്മാര്, ഇതാണ് ചക്കക്കൊതിയൻ. ചക്ക മാങ്ങ ചക്ക എന്ത് ഇഷ്ടാ ചെറുപ്പത്തിൽ. വാഴാനീന്ന് പോന്നതിൽ പാകൂടി നഷ്ടം. നമ്മൾക്ക് ആ മാങ്ങ ഒന്നും കിട്ടില്ല കേട്ടോ. ഇനി ആ ചപ്പി കുടിക്കുന്ന മാങ്ങക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്റെ ചക്കൊക്കെ എടുത്തിട്ട് പോണോ എന്ത് സാധനങ്ങള് നോക്ക്. ഇവിറ്റുണ്ടെങ്കിൽ ഒന്നും തിന്നാൻ കിട്ടില്ല ടെക്ക് കിട്ടിയേക്കണത്. അപ്പൊ ഇത് ഇപ്പൊ നിങ്ങൾ ഒന്നായില്ലേ? നിങ്ങൾ രണ്ടാൾ ഇത്ര നേരം തല്ലൂടിയൊക്കെ ഇല്ലായിരുന്നു. എന്ത് വേണ്ട തരും നോക്കിയതാ. ആരും കളയരുത്. നമുക്ക് ചക്കക്കുരു നാളെ മാങ്ങ ഇട്ടിട്ട് ചക്കക്കുരു വെക്കാൻ. ചക്കക്കുരു വേണ്ട. അയ്യോ അയ്യ. അപ്പോൾ കുഞ്ഞു അതിൻ്റെ ഇടയിൽ നല്ലൊരു കോമഡി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതാണ്, നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവന് കരാട്ട ഉണ്ടായിരുന്നു, കരാട്ടയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ
കരാട്ടയ്ക്ക് പോകുമ്പോൾ ഭയങ്കര കരാട്ടയ്ക്ക് പോണതിന് നല്ല സന്തോഷമുണ്ട്. പക്ഷെ അവന് ആ ബെൽറ്റ് കിട്ടുമ്പോൾ ഭയങ്കര സങ്കടമാട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ വാഴാനിയിലാവുമ്പോൾ ബ്ലൂ ബെൽറ്റ് വരെ കിട്ടിയതല്ലായിരുന്നു, യെല്ലോയും ഗ്രീനും ഒക്കെ കിട്ടിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആദ്യം പുതിയ എന്താ പറയുക വൈറ്റുമെന്ന് തുടങ്ങില്ല. അത് കാരണം ഭയങ്കര സങ്കടമാട്ടോ അത് ആലോചിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ കളിയാക്കായിരുന്നു. എന്താ പറയുക, ഇത്ര ദിവസമായിട്ട് ഇപ്പോഴും വൈറ്റ് തന്നെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ എടുത്ത് കാണിച്ചു തരും കേട്ടോ ആള്. അപ്പോൾ അലമാരയിൽ നിന്ന് എല്ലാ ബെൽറ്റും എടുത്ത് പുറത്തേക്ക് ഇട്ടു. ഞാനങ്ങനെ പറഞ്ഞപ്പോൾ കണ്ട മഞ്ഞയും നീലയും പച്ചയും ഒക്കെ കിട്ടിയതായിരുന്നു പാവം. അതാലോചിക്കുമ്പോൾ അവന് ഭയങ്കര സങ്കടമാട്ടോ. ആ കാര്യം ഞാൻ പറഞ്ഞാൽ തന്നെ അവൻ്റെ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറും. അപ്പോൾ ദാച്ചൂട്ടൻ അതൊക്കെ പിടിച്ചിട്ട് നിൽക്കുകയാണ്. അവന് കൊടുക്കില്ല. അവൻ കുറേ ചോദിച്ചു ഞാൻ അത് എടുക്കട്ടെ എന്ന്. ആർക്കും കൊടുക്കില്ല. അലമാരയിൽ ഭദ്രമാക്കി വെച്ചേക്കുക. അപ്പോഴാണ് അവൻ്റെ ബാഗ് ഇട്ടിട്ട് നിൽക്കുന്നത്. എൻ്റെ അടുത്ത് ആരാ എടുത്തിട്ട് തോളിടാൻ പറഞ്ഞു, കൊണ്ടുപോയിക്കിടാ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അലമാര തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ എടുത്ത് നോക്കിടുകയാണ് കേട്ടോ. മിക്ക ദിവസങ്ങളിൽ എടുത്തിട്ട് ഇങ്ങനെ നോക്കും. കരാട്ട ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ നോക്കണം അവൻ. എന്നിട്ട് പറയും ഉമ്മുമ്മ കാരണം എൻ്റെ ബ്ലാക്ക് ബെൽറ്റ് പോയി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അത് സാരില്ല. ഞാൻ പറഞ്ഞു ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇവിടെയും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ അന്വേഷിച്ചു കേട്ടോ, ഇവിടെ എവിടെയുള്ളതെന്നൊക്കെ അന്വേഷിച്ചു. ലാസ്റ്റ് നമുക്ക് അടുത്ത് തന്നെ കിട്ടിയിട്ടോ, തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൂ. അപ്പോൾ അത് കാരണം അത് കിട്ടി. ഇനിതാ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവൻ രാവിലെ എല്ലാം കഴിഞ്ഞ് അങ്ങനെ കുഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ സൈക്കിളിലാട്ടോ പോവാറ് ഇപ്പോൾ 2 ദിവസമായിട്ട്. അപ്പോൾ അവൻ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവൻ്റെ കൂട്ടുകാരനെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടാളും കൂടി സൈക്കിളും. ഇവിടെ അടുത്തുള്ള കുട്ടിയാട്ടോ, ഇവിടെ അടുത്ത് പറഞ്ഞാൽ കാഞ്ഞിരക്കോടുള്ള കുട്ടിയാണ്. അപ്പോൾ അവനും കൂടി വന്നതാണ്, ഒന്ന് വീട് കാണാച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുന്നതിന് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.